ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് വിമാന സർവീസ് നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ മദീനയിലേക്കാണ് തീർത്ഥാടകർ എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10-നാണ് തുടങ്ങുക. ഹൈദരാബാദിൽ നിന്നാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം പുറപ്പെടുന്നത്. സൗദി എയർലൈൻസിന്റെ SV-3069 വിമാനത്തിൽ നാളെ രാവിലെ 5:50 സംഘം മദീനയിലെത്തും. 289 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിലുള്ളത്. നാളെ ഇന്ത്യയിൽ നിന്നും 3 വിമാനങ്ങളിലായി 1020 തീർത്ഥാടകർ മദീനയിലെത്തും. രണ്ടാമത്തെ വിമാനം ലക്നൌവിൽ നിന്ന് രാവിലെ 5:55-നും മൂന്നാമത്തെ വിമാനം മുംബൈയിൽ നിന്ന് വൈകുന്നേരം 7:30-നും മദീനയിലെത്തും. 1,22,518 തീർത്ഥാടകരാണ് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 50,000-തോളം തീർത്ഥാടകർ മദീനയിലിറങ്ങും. ബാക്കിയുള്ളവരുടെ വിമാന സർവീസുകൾ ജിദ്ദയിലേക്കാണ്. മദീനയിലെത്തുന്ന തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിക്കും. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ വിമാന സർവീസുകൾ മെയ് 10-ന് ആരംഭിക്കും. ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് 2 വിമാനങ്ങൾ ജിദ്ദയിലേക്ക് സർവീസ് നടത്തും. കണ്ണൂരിൽ നിന്ന് മെയ് 11-നും കൊച്ചിയിൽ നിന്ന് മെയ് 16-നും ഹജ്ജ് വിമാന സർവീസുകൾ ആരംഭിക്കും. അതേസമയം സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ അനിശ്ചിതത്വം ഇനിയും അവസാനിച്ചിട്ടില്ല. 52,500-ഓളം വരുന്ന ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിൽ 10,000-തോളം പേർക്ക് മാത്രമാണ് ഇതുവരെ അവസരം ലഭിച്ചിട്ടുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.